നമ്മളിൽ പലരും കണ്ടുവരുന്ന ഒരു സംഭവം, പലപ്പോഴും നമ്മൾക്ക് ഉള്ളത് മറന്നിട്ട് കംപ്ലൈൻറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. എനിക്കതില്ല, എനിക്കിതില്ല, മറ്റുള്ളവരെ പോലെ എനിക്ക് ഉയരാൻ സാധിച്ചിട്ടില്ല, മറ്റുള്ളവർക്കെല്ലാം ഉണ്ട്, ഞാനിങ്ങനെ ആയിപ്പോയി എന്നിങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്യുന്ന പലരുമുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു കഥ പറയാം. ഒരാൾ എപ്പോഴും ദൈവത്തിൽ കംപ്ലൈൻറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. അതായത് എനിക്ക് ദൈവം അങ്ങനെയുള്ള സൗകര്യങ്ങൾ തന്നില്ല, ലാവിഷായിട്ടുള്ള ഒന്നുമില്ല, മറ്റുള്ളവർക്കെല്ലാം എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, ആഡംബരമായ ജീവിതമുണ്ട്, എനിക്കതൊന്നുമില്ല, അവർക്ക് വീടുണ്ട്, വലിയ വലിയ വീടുണ്ട്, എനിക്ക് വലിയ വലിയ കാറുകളൊന്നുമില്ല. ഇങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ ഇദ്ദേഹത്തിൻ്റെ 2 കണ്ണിനും ഒരസുഖം വന്നു. അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ കണ്ണിൻ്റെ അസുഖം എന്ന് പറയുന്നത് ക്യാൻസർ സെൽസ് ഡെവലപ്പ് ചെയ്യുന്നതാണ്. ഇതിന് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 2 കണ്ണും സർജറി ചെയ്തിട്ട് അത് എടുത്തു കളയുക. പക്ഷേ 2 കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടും. അല്ലെങ്കിൽ നിങ്ങൾ ഇത് വെച്ചിരുന്നാൽ ഈ ക്യാൻസർ സെല്ല് ഡെവലപ്പ് ചെയ്ത് നിങ്ങൾ മരിച്ചു പോകും. നിങ്ങൾക്കിതിൽ ഏത് വേണം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ജീവിക്കണമെന്നുണ്ട്, കണ്ണിന് കാഴ്ച ഇല്ലെങ്കിലും ജീവിക്കണം, അതുകൊണ്ട് സർജറിക്ക് റെഡിയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹത്തിനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി സർജറി ചെയ്യാനുള്ള സെറ്റപ്പോട് കൂടി നിൽക്കുമ്പോൾ ഡോക്ടർക്ക് അത് കാണാൻ സാധിച്ചത് ക്യാൻസർ സെൽസ് അല്ല, അത് ഒരു ഫംഗസ് പിടിച്ച അസുഖമായിരുന്നു. അങ്ങനെ ഡോക്ടർ ഇതെല്ലാം കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് കണ്ണെല്ലാം കെട്ടി ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്ന്, അപ്പോൾ രോഗിക്ക് തീർച്ചയായിട്ടും അറിയാം എൻ്റെ കണ്ണ് 2ഉം കാഴ്ച നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ളത്. അങ്ങനെ കണ്ണിൻ്റെ ടേപ്പ് എല്ലാം റിമൂവ് ചെയ്ത് നോക്കുമ്പോൾ രോഗി വളരെ ആശ്ചര്യത്തോടു കൂടി, ആഹ്ലാദത്തോടു കൂടി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, 1000 നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിന് സ്തുതി അറിയിക്കുകയാണ്. വളരെ സന്തോഷത്തോടു കൂടി എനിക്കെൻ്റെ കാഴ്ച തിരിച്ചു കിട്ടി എന്നുള്ള വെപ്രാളത്തോടു കൂടി, ആഹ്ലാദത്തോടു കൂടി ആൾ ബിഹേവ് ചെയ്യുകയാണ്. ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചത്? അദ്ദേഹത്തിന് നേരത്തെ ഉള്ള 2 കണ്ണും അതേ കാഴ്ച തന്നെ ഇപ്പോഴും ഉണ്ട്, ഇതിൽ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എന്തായി? അദ്ദേഹത്തിന് ഉള്ളതിനെ അയാൾ മറന്നു, ദൈവത്തോട് പരാതികൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പം നമ്മൾ വേണ്ടത്, നമുക്ക് ഉള്ളതിനെ നമ്മൾ പൂർണ്ണമായും മനസ്സിലാക്കുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, ഉള്ളതുപോലെ കാണുക, എന്നിട്ട് ദൈവത്തിനോട് നന്ദി പറയുക. അപ്പോഴാണ് ദൈവം നമ്മൾക്ക് കൂടുതൽ എല്ലാ വിചാരിച്ച കാര്യങ്ങളും ഉദ്ദേശിച്ച കാര്യങ്ങളും തരുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. എപ്പോഴും ഏത് കാര്യത്തിലും നമ്മൾ കംപ്ലൈൻറ്റ് പറയുന്നതിന് പകരം ഉള്ളതായിട്ട് കാണാനുള്ള ഒരു മനസ്സ് ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾക്ക് പ്രധാനമായിട്ടും വേണ്ടത്. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.